ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ, അതായത് നമ്മളെല്ലാവരും ഒരു കൺഫ്യൂസിങ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മളൊക്കെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക അല്ലേ? അപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് കുറേ ആൾക്കാർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും. അതായത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡാർക്ക് ആവുന്നു. അതായത് നമ്മൾ അപ്ലൈ ചെയ്ത് കുറച്ചൊരു മിനിറ്റ് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഫേസ് നോക്കുമ്പോൾ നമ്മുടെ ഉള്ള കളറിനെക്കാട്ടിലും നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് ഇരിക്കുക, അതായത് നന്നായിട്ട് ഡാർക്കർ ആവുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലേ? അപ്പോൾ എന്താണ് ഈ ഒരു കാരണം എന്നൊക്കെ നമുക്ക് അധികം എന്താ പറയുക, ഇങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് കിട്ടാത്തൊരു ഉത്തരമായിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഒരു 70-80% നമുക്ക് നമ്മുടെ സ്കിന്നിനെ UV ആൻഡ് UVB റേസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ കവറേജ് എന്നുള്ള മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ബെനഫിറ്റ്. അതായത് സൺസ്ക്രീൻ എന്താണെന്ന് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, ഹാംഫുൾ ആയിട്ടുള്ള റേസ് ഉണ്ടല്ലോ സണ്ണിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന, അതിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു കവറേജ് എന്നത് മാത്രമാണ് സൺസ്ക്രീൻ. ഒരിക്കലും നമ്മുടെ സ്കിൻ കളറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സൺസ്ക്രീന് സാധിക്കില്ല. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു ഡാർക്ക്നെസ് ഉണ്ടാവുന്നത് നോക്കുകയാണെങ്കിൽ, ഈ സൺസ്ക്രീനിൽ നമുക്ക് ഈ ഒരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അധികം ഇൻഗ്രീഡിയൻസ് ഉണ്ടാകും. സോ അതിലേതെങ്കിലും ഇൻഗ്രീഡിയൻസ് കൊണ്ടിട്ടാവാം മേ ബി നമ്മുടെ സ്കിൻ ഇങ്ങനെ ഡാർക്കർ ആവുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സിലിക്കോൺ ബേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാറ്റ് ഫിനിഷ് ഒക്കെ നൽകുന്ന സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പം ചിലർക്ക് ഭയങ്കരമായിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ കുഴപ്പമില്ലാതിരിക്കും. ആഫ്റ്റർ ദാറ്റ് അവരുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡൾ ആവുന്നതായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, അവരെപ്പോഴും ചൂസ് ചെയ്യേണ്ടത് ജെൽ ബേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോഷൻ ബേസ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഇത് നേരെ മറിച്ച് ഈ ഒരു ജെൽ അല്ലെങ്കിൽ ലോഷൻ ബേസ് ആയിട്ടുള്ള സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതേപോലെ ഒരു ഡൾനെസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവർ സിലിക്കോൺ ആൻഡ് മാറ്റ് ആയിട്ടുള്ള ഫിനിഷ് ഉള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഫസ്റ്റ് സിലിക്കോൺ ആൻഡ് മാറ്റ് ആണ് നിങ്ങൾക്ക് ഇങ്ങനെ ഡൾനെസ് തരുന്നതെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ജെൽ ഓർ ലോഷൻ ബേസ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്താൽ ആ ഒരു ഡൾനെസ് മാറാനായിട്ട് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, എപ്പോഴും സൺസ്ക്രീൻ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, ഇപ്പോൾ കുറേ സൺസ്ക്രീൻസ് ഉണ്ട് നമ്മുടെ സ്കിന്ന് ഡള്ള് അല്ലെങ്കിൽ ഒരു ഓക്സിഡൈസിങ് എഫക്റ്റ് ഒന്നും തരാതെ നല്ല രീതിക്ക് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അധികം കീ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻസ് ഒക്കെ ഉണ്ട്. സോ നമ്മൾ അങ്ങനത്തെ സൺസ്ക്രീൻസും കൂടെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എനിക്ക് അത്തരത്തിൽ പറയാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ വിഷ് കെയറിൻ്റെ, അതായത് ഫ്ലൂയിഡ് സൺസ്ക്രീൻ, അതിൽ നിയാസിനമൈഡ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. സോ അത് അപ്ലൈ ചെയ്യുമ്പം എനിക്ക് ഡള്ളായിട്ടൊന്നും തോന്നാറില്ല കേട്ടോ. നമുക്കറിയാം ഒരുപാട് എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് വാങ്ങുന്ന പല സൺസ്ക്രീനും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ഡൾ അല്ലെങ്കിൽ ഒന്ന് ഓക്സിഡൈസ് ആകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ടല്ലേ. അതായത് നമ്മുടെ ഉള്ള കളറിനെക്കാട്ടിലും ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്ന് ഇരുളുന്നതായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സൺസ്ക്രീൻ വാങ്ങുമ്പോൾ തിരഞ്ഞെടുക്കുമ്പം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയിട്ടും അത്യാവശ്യം ഈ ഒരു ഡള്ളൊന്നും ആവാത്ത തരത്തിലുള്ള നല്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഒരു സൺസ്ക്രീൻ വാങ്ങാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ അടുത്ത കാര്യം, അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വെയിൽ കൊണ്ടാലും നമുക്ക് സൺ പ്രൊട്ടക്ഷൻ കിട്ടുകയല്ല കേട്ടോ. അപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചൊരു ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ കിട്ടും. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒരു കുടയൊക്കെ നമ്മൾ പിടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ ഹാറ്റോ, അതായത് നമ്മുടെ ക്യാപ്പോ എന്തെങ്കിലും തൊപ്പി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറെയാണെങ്കിൽ, അല്ലെങ്കിൽ സ്കാർഫൊക്കെ വെച്ചിട്ട് മറിക്കുകയാണെങ്കിലും നമുക്ക് നല്ലതായിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത്, സൺസ്ക്രീൻ നമ്മൾ തിരഞ്ഞെടുക്കുമ്പം SPF ഫാക്ടർ, അതായത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ നമ്മൾ മസ്റ്റായിട്ട് കൺസിഡർ ചെയ്തിരിക്കണം. അതായത് SPF 50 എങ്കിലും ഉള്ള സൺസ്ക്രീൻ മാത്രമേ ഉള്ളൂ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. പിന്നെ PAയുടെ പ്രൊട്ടക്ഷൻ ലെവൽ 4+ ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അത്യാവശ്യം നമുക്കൊരു 3+ എങ്കിലും ഉള്ള നിങ്ങൾ നോക്കി തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അടുത്തായിട്ട് UV ആൻഡ് UVB പ്രൊട്ടക്ഷൻ, ബോഡ് സ്പെക്ട്രം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനൊക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സൺസ്ക്രീൻ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ ഒഴിവാക്കരുത്. ശരിക്കും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാമേജസ് തടയാവുന്നത് മാത്രമാണ് സൺസ്ക്രീനിൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കളർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ഈ ഒരു ഡൾനെസ് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എങ്ങനത്തെ സൺസ്ക്രീൻസ് ആണ് തിരഞ്ഞെടുക്കാൻ നോക്കുകയാണെങ്കിൽ, അത്യാവശ്യം നറിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഹൈഡ്രേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സൺസ്ക്രീൻ തിരഞ്ഞെടുത്താൽ ഒരു പരിധി വരെ ഈ ഒരു ഡള്ള് നമ്മുടെ സ്കിന്നൊന്ന് ഡാർക്കർ ആവുന്നത് നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ മേക്കപ്പ്, അതായത് ചില ഫൗണ്ടേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു 30 അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ അതും വേണ്ട ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡള്ളാവും, അതായത് ഓക്സിഡൈസ് ആവും. ഈ പറഞ്ഞ പോലെ തന്നെ ഉള്ള കളറിനെക്കാട്ടിലും ഡാർക്കർ ആവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്.
അതിന് കാരണം ആ ഇൻഗ്രീഡിയൻസ്, അതായത് ഈ ഒരു സൺസ്ക്രീനിലൊക്കെ ഓക്സിബെൻസോൺ എന്നൊക്കെ പറഞ്ഞ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. സോ ആ ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് നമ്മുടെ ആയിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിങ്ങനെ എന്താ പറയുക, ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഈ ഒരു ഡൾനെസ് ഒക്കെ ഉണ്ടാവും. അപ്പം മാക്സിമം നമ്മൾ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പം നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സൺസ്ക്രീൻ ആണോ എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് പറയാനുള്ള കാര്യം SPF ഫാക്ടർ നമ്മൾ നല്ല രീതിക്ക് കൺസിഡർ ചെയ്യണം. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഓക്സിബെൻസോൺ ഇൻഗ്രീഡിയൻസ് മിക്ക സൺസ്ക്രീനിലും നമ്മൾ കാണാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ നമ്മുടെ സ്കിന്നിന് ഉള്ളിൽ ചെന്നിട്ട് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡാർക്ക് ആവും. ഞാൻ പറഞ്ഞല്ലോ, ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തത് നമുക്ക് ചില ഫൗണ്ടേഷനിൽ ഓക്സിഡൈസിങ് എഫക്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു പരിധി വരെ തടയാമെന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന സൺസ്ക്രീനിൻ്റെ, അതായത് മേക്കപ്പ് ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ കുറച്ചൊരു മേക്കപ്പ് ലുക്ക് നൽകാം എന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ സൺസ്ക്രീൻ എപ്പോഴും നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മസ്റ്റായിട്ട് മോയ്സ്ചറൈസേഷൻ നമ്മുടെ സ്കിന്നിന് കൊടുത്തിരിക്കണം. മോയ്സ്ചറൈസർ നമ്മൾ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്തിരിക്കണം. നമ്മുടെ സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ അത്യാവശ്യമാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. അതായത് നമുക്ക് ഡള്ളാക്കില്ല എന്ന് ഉറപ്പുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ള സൺസ്ക്രീൻ വാങ്ങിച്ചിട്ട് അത് ജസ്റ്റ് അപ്ലൈ ചെയ്യുക. അതിൻ്റെ മേലെ കൂടെ ഒരു തിൻ ലെയർ നമുക്ക് ടിൻറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ടിൻറ്റഡ് സൺസ്ക്രീൻ എന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ, അതായത് മേക്കപ്പ് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഫൗണ്ടേഷനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വാരി നമ്മുടെ ഫേസിൽ ഇടേണ്ട ആവശ്യമില്ല. ഒരു തിൻ ലെയർ ഓഫ് ടിൻറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ തരും. അതായത് ഫൗണ്ടേഷനൊക്കെ ഇട്ട പോലത്തെ ഒരു ഗ്ലോ ആണ് നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്തത്. നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ തരും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ പുറത്ത് പോകുമ്പോൾ നമ്മൾ നല്ല രീതിക്ക് കെയർ ചെയ്യണം കേട്ടോ. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന വെച്ചുകൊണ്ട് പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ള രീതിക്ക് നമ്മൾ ത്രൂ ഔട്ട് വെയിൽ കൊണ്ട് നടക്കരുത്. അതോടൊപ്പം തന്നെ നല്ല രീതിക്ക് അടുത്തായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഓരോ 2 മണിക്കൂർ കഴിയുമ്പോഴും നമ്മൾ റീഅപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അവനവൻ്റെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള സൺസ്ക്രീൻ. അതോടൊപ്പം തന്നെ എൻ്റെ കൺസേൺ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണല്ലോ. എൻ്റെ ഓയിലി സ്കിൻ ആകുമ്പോൾ എനിക്കെപ്പോഴും ഈ നോൺ സ്റ്റിക്കി അല്ലാത്ത ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അനുസരിച്ചിട്ട് നിങ്ങൾ അങ്ങനത്തെ തരത്തിലുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എപ്പോഴും ഓയിൽ ഫ്രീ അല്ലെങ്കിൽ സ്റ്റിക്കി ഫീലൊന്നും ഇല്ലാത്ത നോൺ ഗ്രീസി ആയിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മെഴാന്ന് നമ്മുടെ ഫേസ് ഇരിക്കും. പിന്നെ നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 2 hour കഴിയുമ്പോൾ റീഅപ്ലൈ ചെയ്ത് കൊടുക്കുമല്ലോ. ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്തതിൻ്റെ മേലെ നമ്മൾ അപ്ലൈ ചെയ്യാണ്ട് അതൊന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം, നമ്മൾ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പും സ്കിൻ കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് ഒരു സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ അങ്ങനെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ടൈപ്പ് അല്ലെങ്കിൽ സ്റ്റിക്ക് ടൈപ്പൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ആക്റ്റീവായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഉള്ള സൺസ്ക്രീൻസ് മാക്സിമം തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം നമുക്ക് സൺസ്ക്രീനിൽ കുറേ അധികം ഇൻഗ്രീഡിയൻസ് ഉണ്ട്. പല തരത്തിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നും കൂടെ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം ഒരു സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാൻ വേണ്ടി. പിന്നെ എനിക്ക് പറയാനുള്ള അടുത്ത കാര്യം എന്ന് വെച്ചാൽ, ഓൾറെഡി നമ്മുടെയൊക്കെ സ്കിന്നിൽ മെലാനിൻ പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ മെലാനിൻ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, അതായത് സണ്ണിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഒരു UV റേസിൽ നിന്നൊക്കെ നമുക്കൊരു പ്രൊട്ടക്ഷൻ, ഒരു നല്ല രീതിക്ക് ഒരു കവറേജ്, ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ സ്കിൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കമ്പയർ ടു ഫോറിനേഴ്സൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം അവരുടെ സ്കിന്നിനെക്കാളും കൂടുതൽ മെലാനിൻ പ്രൊഡക്ഷൻ നമ്മുടെ സ്കിന്നിനാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു 3 finger അല്ലെങ്കിൽ 2 finger റൂളൊന്നും ഓവറായിട്ട് നമുക്ക് എന്താ പറയുക സൺസ്ക്രീൻസ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ താമസിക്കുന്ന ആ ഒരു ക്ലൈമറ്റും നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സ്കിൻ കണ്ടീഷനും കൂടെ അറിഞ്ഞിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നോർത്തും സൗത്തും ആയിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ അവിടെയും നമ്മുടെ സ്കിന്നിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. സ്കിൻ ഡിഫറൻസ് എന്ന് വെച്ചാൽ മെലാനിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്നിന്, അതായത് നമുക്ക് ആവശ്യമുള്ള അത്രയും സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പുറത്ത് പോകുമ്പം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുത്താലും നമ്മൾ എന്തെങ്കിലും ഒരു പ്രിക്കോഷനും കൂടെ എടുക്കുക. അതായത് ഒന്നല്ലെങ്കിൽ സ്കാർഫ് അല്ലെങ്കിൽ ഹാറ്റ് അല്ലെങ്കിൽ ഒരു കുടയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൈ കരുതുക. പിന്നെ 2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ റീഅപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ നെക്കിലും നമ്മുടെ ഫേസിലും അതോടൊപ്പം തന്നെ ഹാൻഡിലും മാത്രമല്ല അപ്ലൈ ചെയ്യേണ്ടത്. സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ, അതായത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ, നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് പുറത്ത് പോകുമ്പം എവിടെയൊക്കെ സൺലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാമല്ലോ.
അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസിലൊക്കെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ വാങ്ങുന്ന സൺസ്ക്രീൻസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ചൊരു എന്താ പറയുക താല്പര്യക്കുറവൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് ബോഡിയിൽ മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി സ്പ്രേ ടൈപ്പ് അല്ലെങ്കിൽ ബോഡി സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. ബോഡി ലോഷൻ ബേസ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനത്തെ വാങ്ങിച്ച് നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഇപ്പോൾ നോർമലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സൺസ്ക്രീൻസ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് വലിയൊരു പണിയായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരിക്കും സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ നമ്മുടെ സ്കിന്നിന് ഒരു ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഗ്ലോ ഒന്നും തരില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ കുറേ സൺസ്ക്രീൻസ് ഉണ്ട്, നിയാസിനമൈഡ്, അതോടൊപ്പം തന്നെ വൈറ്റമിൻ സി എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഡാർക്ക്നെസ് ഒക്കെ കുറച്ചിട്ട് നല്ലൊരു ഗ്ലോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പല ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻസ് ഉണ്ട്. അപ്പോൾ ഓരോ സൺസ്ക്രീനിൻ്റെയും ഉള്ളിലുള്ള ഇൻഗ്രീഡിയൻസിനെ ബേസ് ചെയ്തിട്ടിരിക്കും ആ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇങ്ങനത്തെ ഗ്ലോ പോലത്തെ കാര്യങ്ങളൊക്കെ. SPF പ്രൊട്ടക്ഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ എനിക്ക് അടുത്തായിട്ട് പറയാനുള്ളത് ഓവറോൾ എല്ലാ കാര്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഒരു സൺസ്ക്രീനെ കുറിച്ചുള്ള, അതായത് ഡാർക്കർ ആവുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും എന്താ പറയുക, എന്തുകൊണ്ടാണ് എൻ്റെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഡാർക്കർ ആവുന്നതെന്നുള്ള കാര്യങ്ങൾക്കൊരു ഉത്തരം കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. അതോടൊപ്പം തന്നെ ഒരിക്കലും സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആക്കാനോ അല്ലെങ്കിൽ ഒരു ഫെയർനെസ് പ്രോഡക്റ്റ് അല്ല കേട്ടോ. നമുക്കൊരു പ്രൊട്ടക്ഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് UV ആൻഡ് UVB റേസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഹാംഫുൾ ആണ്, സ്കിൻ ക്യാൻസർ വരെ ഉണ്ടാക്കും. സോ അതിൽ നിന്നൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കവറേജ് നൽകുന്ന ഒരു പ്രൊഡക്റ്റാണ് സൺസ്ക്രീൻ. ഇത് നിങ്ങൾ അറിഞ്ഞു വെക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറേയൊക്കെ ഇൻഫോർമേറ്റീവ് ആയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ടാറ്റാ.